പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇന്ന് മധ്യാഹ്നത്തിൽ ഇടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊച്ചു കുട്ടികളെ ഓർത്ത് പറയാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കൊണ്ട് 3-4 കുട്ടികളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അത് വന്ന കുട്ടികളെല്ലാം തന്നെ 5 വയസ്സിന് താഴെയാണ്. അവരുടെ മെയിൻ പ്രോബ്ലം 3 വയസ്സായിട്ട് അവർ സംസാരിക്കുന്നില്ലായിരുന്നു. സ്കൂളിൽ വിട്ടപ്പോൾ എഴുതാനും വായിക്കാനും അവർക്ക് അല്പം പ്രയാസമുണ്ട്. അപ്പം 3 വയസ്സായിട്ട് സംസാരിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എഴുതാനും വായിക്കാനും അല്പം സ്ലോവിലായിരിക്കും. അത് നിസ്സംശയമാണ്, അതായത് മനഃശാസ്ത്ര പഠനമാണ്. പക്ഷേ അത് പിന്നീട് ഭാവിയിൽ അത് അങ്ങനെ തന്നെ തുടരണമെന്നില്ല. ഇവരിൽ ചിലപ്പോൾ ചില ടെക്നിക്കൽ സ്കില്ലുകൾ കാണും. മാതാപിതാക്കളുടെ ആകുലത മാറ്റാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. രണ്ടാമത് ഈ കുട്ടികൾ ചിലപ്പം രാത്രിയെ, അതായത് ഇരുട്ടിനെ പേടിക്കും. ഇരുട്ടിനെ ഇവർക്ക് ഇഷ്ടമല്ല. ഈ ലൈറ്റ് ഇടാൻ തന്നെ പറയാറ്. അപ്പോൾ ഇരുട്ട് അവരെ കണ്ടാൽ 3 വയസ്സിന് താഴെ സംസാരിക്കാത്തൊരു കുട്ടിയും ഇരുട്ട് കണ്ട് ഭയക്കുന്നുണ്ടെങ്കിൽ, ഇരുട്ട് കണ്ട് കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളുക, അവൻ അന്നേരം ലൈറ്റ് ഇട്ട് കൊടുക്കുക, അല്ലെ അവൾക്ക് അന്നേരം ലൈറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തൊരു കാര്യം, വലിയ ഘോരമായ ശബ്ദത്തെ ഈ കുട്ടികൾ പെട്ടെന്ന് അഭിമുഖീകരിക്കത്തില്ല. പ്രായത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അഭിമുഖീകരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ചില പ്രോബ്ലങ്ങൾ ഇതാണ്. എന്നാൽ പക്ഷേ ഇവർക്ക് മാതാപിതാക്കളുടെ ഒട്ടി നിൽക്കാനുള്ള ആഗ്രഹം ഭയങ്കര കൂടുതലാണ്. കാരണം ഇവരുടെ നീഡ്സ് അറിയാൻ സാധിക്കുന്നത് മാതാവിനും പിതാവിനുമാണ്. അപ്പോൾ മാതാപിതാക്കൾ ഒട്ടിച്ചേർന്ന് നിന്ന് ഇവർക്ക് ആ ഒരു 3 വയസ്സ് വരെ പറയാനുള്ള, അതായത് ഇത് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവൻ്റെ ആംഗ്യ ഭാഷ മനസ്സിലാവുന്നത് അമ്മയ്ക്കും അച്ഛനും. അപ്പോൾ അങ്ങനെ 3 വയസ്സ് വരെയൊക്കെ സംസാരിക്കുക, ചിലപ്പോൾ 3.5 വയസ്സ് വരെ പോകും. സംസാരിക്കാത്ത കുട്ടികളെയൊക്കെ ഓർത്ത് മാതാപിതാക്കൾ ഒരുപാട് ആകുലപ്പെടേണ്ട. പക്ഷേ ഈ 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, പതുക്കെ എഴുതി തുടങ്ങിക്കോളും. അത് ഓറൽ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1 മുതൽ 10 വരെ എഴുതുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ 7, 8 പോയെന്നിരിക്കും. ചിലപ്പം 1 വരെ 10 കറക്റ്റായിട്ട് എഴുതും, 6 ചിലപ്പോൾ കാണത്തില്ല. അപ്പോൾ അക്ഷരം ആ മുതൽ അം വരെ എഴുതും, അതിനകത്ത് ചിലപ്പോൾ എഴുതത്തില്ല. അപ്പോൾ അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. പക്ഷേ സാവധാനം ഇത് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാല ഇതുപോലെ തന്നെ ചിലത് മിസ് ചെയ്യും, ചിലത് നേരെ എഴുതും. ചിലപ്പോൾ എ എഴുതിയിട്ട് വലിയക്ഷരം എഴുതിയിട്ട് സ്മോൾ അക്ഷരം എഴുതും. പിന്നെ ഈ പറഞ്ഞതുപോലെ ആ കുട്ടികൾ ഇരുട്ടത്തിരുന്ന് ലൈറ്റ് ഒന്ന് ഓഫാക്കുമ്പോൾ ഒരു കരയുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈറ്റ് ഇട്ട് കൊടുക്കുക. ഉണർന്നിരിക്കുമ്പോൾ അവർ കൺചിമ്മി ഉണരാൻ ആഗ്രഹിക്കുമ്പോൾ അമ്മയുടെയോ അച്ഛൻ്റെയോ അടുത്ത് കിടക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ വെള്ളയ്ക്കോ അച്ഛൻ്റെ വെള്ളയ്ക്കാണ് അവർ കിടക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കുട്ടികളുടെ കൗൺസിലിംഗ് എടുക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒരുപാട് കൊച്ചുങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത് വലിയ പ്രോബ്ലമായിട്ടല്ല കാണേണ്ടുന്നത്. മാതാപിതാക്കളുടെ സംരക്ഷണം കൃത്യമായിട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. സ്ലോലി ഏതാണ്ടൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഇവർ നോർമൽ ചിൽഡ്രനെ പോലെ പഠിച്ചു വരും. പക്ഷേ അവർ ക്ലാസ്സിൽ ഈ കുട്ടികൾക്ക് അപകർഷതാബോധം ഉണ്ടാക്കരുത്. അത് ടീച്ചേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്. ടീച്ചേഴ്സ് ഇതിനകത്ത് എക്സാമിൻ ചെയ്യേണ്ട കാര്യമുണ്ട്. ഈ കുട്ടിക്ക് പതുക്കെയാണോ സംസാരിച്ചത്, പതുക്കെയാണോ എഴുതാൻ തുടങ്ങിയത്. അപ്പം 1ാം ക്ലാസ് കൊണ്ടിരുത്തുമ്പം ഈ കുട്ടി 1ാം ക്ലാസ്സുകാരൻ്റെ പെർഫോമൻസ് കാണിക്കത്തില്ല. അപ്പോൾ ആ കൊച്ചിനെ വഴക്ക് പറയുകയല്ല, അപകർഷതാബോധത്തിലേക്ക് പറയുകയല്ല. നിനക്ക് മാർക്ക് കുറഞ്ഞു പോയി, നീ പഠിക്കാൻ കൊള്ളൂല എന്നൊന്നും അല്ല പറയണ്ടേ. കുഴപ്പമില്ല, നീ പഠിച്ചോളും, കുഴപ്പമില്ല, നീ പതുക്കെ പഠിക്കാം എന്ന് പറയുന്ന ഒരു സ്വരം ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് അപ്പുറത്തെ വീട്ടിലെ മനോജിനെ കണ്ടുപിടി, നിനക്കെന്ത് ഒട്ടും മാർഗ്ഗമില്ലാത്തതെന്ന് മാതാപിതാക്കൾ പറയരുത്. ആ കുട്ടിയുടെ ജനനം മുതലേ അവന് അല്പം പതുക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പക്ഷേ ഇങ്ങനെ ചെയ്ത ആളുകളൊക്കെ വളരെ ലോകപ്രശസ്തരായിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് നമുക്ക് ബൈബിളിലൊരു വാക്കുണ്ട്, വീണവനോട് അനുകമ്പ കാണിക്കുക, നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ, അവരെ ട്രീറ്റ് ചെയ്യുന്ന പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെ വഴക്ക് പറയല്ല വേണ്ട, കെയർ കൊടുക്കുക, ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിക്കുമ്പം സൂര്യനോളം വളർത്താൻ സാധിക്കും. നൻപണ് തലേദിവസം ജോൺസൺ കരുതും.